നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ നിരീക്ഷണത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചർച്ച നടക്കുകയാണ് UDF-ലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി. ആരാകും UDF-ലെ അടുത്ത മുഖ്യമന്ത്രി? ഈ ചർച്ച തുടങ്ങിയത് നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഇവിടെ വടംവലികളും ചർച്ചകളും അണിയറ നീക്കങ്ങളും ഒക്കെ ആരംഭിച്ചതാണ്. പ്രധാനമായും 3 പേരുടെ പേരുകളാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. ഒന്ന് VD സതീശൻ, 2 രമേശ് ചെന്നിത്തല, 3 KC വേണുഗോപാൽ. മറ്റു ചിലർക്ക് കൂടെ മോഹമുണ്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വരാൻ. പക്ഷെ അവരുടെ മോഹങ്ങൾ വ്യാമോഹങ്ങളാണെന്ന് പറഞ്ഞ് അവരുടെ ആ മോഹങ്ങളെ മുളയിലെ തന്നെ പ്രമുഖ നേതാക്കൾ നുള്ളിക്കളയും. അപ്പോൾ 3 പേരാണ് ഇനി അവശേഷിക്കുന്നത്. ഈ 3 പേരിൽ ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി? അല്ലെങ്കിൽ ആ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ആരാണ് യോഗ്യൻ എന്ന് നമുക്ക് പരിശോധിക്കാം എൻ്റെ നിരീക്ഷണത്തിലൂടെ. കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായി ഒരുപാട് പേരുണ്ടെന്നാണ് കോൺഗ്രസ് പാർട്ടി അവകാശപ്പെടുന്നത്. ധാരാളം കഴിവുള്ള നേതാക്കന്മാരുണ്ട്, അത് ശരിയുമാണ്. അപ്പോൾ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗിൽ നിന്നൊരു മന്ത്രി. മുസ്ലിം ലീഗിന് എന്തുകൊണ്ടും യോഗ്യതയുണ്ട്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിനോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനോ യോഗ്യതയുള്ള ഒരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം ലീഗിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായാൽ പാർട്ടിക്കകത്ത് തന്നെ പൊട്ടിത്തെറികളുണ്ടാവും, പാർട്ടിയിൽ വിള്ളലുണ്ടാവും, വോട്ടുകളിൽ ചോർച്ചയുണ്ടാവും. അപ്പൊ അത്തരം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് എന്തായാലും ലീഗിൽ നിന്നൊരു മുഖ്യമന്ത്രി പ്രതീക്ഷിക്കേണ്ട. അല്ലെങ്കിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു ലീഗിൽ നിന്നൊരു മുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് കൊടുക്കാൻ ഉള്ള ഒരു ചങ്കൂറ്റം കോൺഗ്രസിനുണ്ടെന്ന് കരുതാൻ വയ്യ. നിലവില് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള 3 നേതാക്കളുടെയും, അതായത് VD, RC, KC കടുത്ത ചരടുവലികളാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ നാടകങ്ങളും അതുപോലെ തന്നെ AICC-യിൽ സ്വാധീനം ചെലുത്തുവാനുള്ള എല്ലാ മാർഗങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ അണികളെ വിട്ട് അവർ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്തടുത്ത് കണ്ടതാണ്, ഒരു പ്രമുഖ നേതാവ് അദ്ദേഹത്തിന്റെ പരസ്യം ഇംഗ്ലീഷ് പത്രത്തിൽ നൽകിയത്, തന്നെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ, താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വളരെ കടുത്ത ഒരു ഫൈറ്റ് 3 പേർക്കിടയിലും KPCC-യിൽ സ്വാധീനം ചെലുത്തി കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആകാനുള്ള ചരടുവലികൾ അണിയറയിൽ സജീവമാണ്. കുതുകാൽ വെട്ടും ഗ്രൂപ്പിസവും, കയ്യുള്ളവൻ കാര്യക്കാരൻ, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി തുടങ്ങിയ കലാപരിപാടികൾ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതിനാൽ ഈ കലാപരിപാടികൾ വീണ്ടും അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഒരു മാറ്റവുമില്ല. അത് അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെയാണ്. അത് ഈ കലാപരിപാടികൾ കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അവരത് തുടർന്നുകൊണ്ടേയിരിക്കും. ആയതിനാൽ ഒരു തീരുമാനത്തിൽ എത്താൻ AICC കുറേ വെള്ളം കുടിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ അടുത്ത മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും എന്നാണ് കേൾക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഇവരെല്ലാവരും മറന്നു പോകുന്നത്, ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ്, ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയാണ് ഭരണം UDF-നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരു വലിയ ഉത്തരവാദിത്തമാണ് UDF ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ തമ്മിൽ തല്ലി തുടക്കത്തിൽ തന്നെ അതിൻ്റെ ശോഭ കെടുത്താതിരിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. അവരെ കൊണ്ട് സാധിക്കുമെന്നറിയില്ല, ആ പാർട്ടിയുടെ ഒരു ശൈലിയാണത്. അപ്പോൾ ധാരാളം നേതാക്കന്മാർ, അർഹതപ്പെട്ട നേതാക്കന്മാർ മുഖ്യമന്ത്രി കസേരയ്ക്ക് അർഹതപ്പെട്ടവരുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരത് തുടർന്നുകൊണ്ടേയിരിക്കും. അതെന്തായാലും ഈ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ശോഭ കെടുത്തരുത്. കാരണം ഇത്രയും ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്ന ഒരു പാർട്ടി മുഖ്യമന്ത്രി സീറ്റിന് വേണ്ടി തമ്മിൽ തല്ലുക അല്ലെങ്കിൽ വടംവലി നടത്തുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇനി ഈ 3 പേരിൽ ആരാണ് കേമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരും കേമന്മാരാണ്. 3 പേരും യോഗ്യരാണ്. 3 പേരും VD ആയാലും KC ആയാലും പിന്നെ രമേശ് ചെന്നിത്തല ആയാലും അവര് യോഗ്യർ തന്നെയാണ്.
അപ്പൊ അതില് രമേശ് ചെന്നിത്തലയെ എടുക്കാം. രമേശ് ചെന്നിത്തല വളരെ പക്വതയുള്ള ഒരു മുതിർന്ന നേതാവാണ്. വളരെ പക്വതയുള്ള മുതിർന്ന നേതാവാണ്. മാത്രമല്ല അനേകം പദവികൾ അലങ്കരിച്ച ഒരു വ്യക്തിയെ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അപ്പോൾ വളരെ എക്സ്പീരിയൻസ് ഉള്ള വളരെ മുതിർന്ന നേതാവ് തന്നെയാണ്. അത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ 2 ടേമുകൾ, 2 അവസരങ്ങൾ പാഴായതാണ്. 2 തവണയും അദ്ദേഹത്തിന് ഭാഗ്യം തുണച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. 2 തവണയും അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയാകാൻ. പക്ഷെ അദ്ദേഹത്തിനോടൊപ്പം ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ രമേശ് ചെന്നിത്തല കുറച്ചുകൂടെ പക്വത കാണിച്ച് അദ്ദേഹത്തിന്റെ ചാൻസ് നഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായോ അതല്ലെങ്കിൽ പാർട്ടിയിൽ ഏതെങ്കിലും പ്രമുഖ സ്ഥാനത്ത് ആയി വീണ്ടും തുടരുക എന്ന ഒരു പക്വത ഉള്ള ഒരു തീരുമാനം അദ്ദേഹം എടുക്കണമായിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും ആഭ്യന്തരമന്ത്രിയായി തുടരാം. അദ്ദേഹത്തിന്റെ 2 അവസരങ്ങൾ പാഴായതാണ്. അപ്പൊ അങ്ങനെ ഒരു പക്വത അദ്ദേഹം കാണിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ കാര്യം. KC വേണുഗോപാൽ ഇപ്പോ നമ്മൾ കണ്ടതാണ് ഈ ഇലക്ഷൻ സമയത്ത് എം പിമാരായിരുന്നവർ കേരളത്തിൽ വന്ന് ഈ നിയമസഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി 2-3 നേതാക്കന്മാർ പരിശ്രമിച്ചതും അതിനെ ശക്തമായി തന്നെ AICC എതിർത്തതും നമ്മൾ കണ്ടതാണ്. എം പിമാർ അങ്ങനെ ഇപ്പോൾ വന്ന് MLA അല്ലെങ്കിൽ ഇവിടെ വന്ന് അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കാര്യം തന്നെയാണ്. അപ്പൊ അത് ആഗ്രഹിച്ചിരുന്ന ചിലർ കേരളത്തിൽ വന്ന് വീണ്ടും മത്സരിക്കാം, ഈ നിയമസഭയിൽ മത്സരിക്കാനുള്ള ഒരു അവസരം തേടി. പക്ഷെ അത് AICC കർശനമായി തന്നെ അത് നിരസിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു MP എങ്ങനെയാണ് കേരളത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രിയാകുക? അവിടെ ഒരു ചോദ്യമുണ്ട്. അതിലൊരു ഔചിത്യമില്ല. അപ്പോൾ ഒരു MP ആയിരിക്കുന്ന ഒരാൾ കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയാകേണ്ട ഒരു കാര്യമില്ല. മാത്രമല്ല നമ്മൾ ഒന്ന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ ഇലക്ഷൻ സമയത്തായാലും ഇലക്ഷൻ പ്രവർത്തനങ്ങളിലൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ടീം വർക്കായിട്ട് പ്രവർത്തിച്ചവരാണ്. അവരുടെ പ്രവർത്തന മികവ് എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. ഇവരൊക്കെ നയിച്ചിട്ട് ഇവരെ നേതൃസ്ഥാനങ്ങൾ വഹിച്ചിട്ട് KC വേണുഗോപാൽ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്. അപ്പോൾ ആ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? ഒടുവിൽ രാഹുൽ ഗാന്ധി വരെ കേരളത്തിൽ ഒന്ന് മത്സരിച്ച് ജയിച്ച് പോകേണ്ട അവസ്ഥ. അതുപോലെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് ജയിക്കേണ്ട അവസ്ഥ. അപ്പോൾ അപ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് വീണ്ടും ഇന്ത്യയിൽ ഉയർത്തെഴുന്നേൽക്കണം, കോൺഗ്രസ് ഭരണം വരണം, BJP ഭരണം മാറണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഇവരെ നമ്മളെ ജയിപ്പിച്ചു വിടുന്നത്. പക്ഷെ അവിടുത്തെ ചാൻസ്, അവരുടെ സ്ഥലങ്ങളിൽ ചാൻസ് കുറവുള്ളത് കൊണ്ടാണ്, വിജയ സാധ്യത കുറവുള്ളത് കൊണ്ടാണല്ലോ അവർ ഇവിടെ വന്ന് നിന്ന് മത്സരിച്ച് ജയിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ KC വേണുഗോപാലിന്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തി അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന്, ഈ ഒരു ആഗ്രഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി സ്ഥാനമാനങ്ങളുണ്ട്. അദ്ദേഹത്തിന് AICC വക്താവാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അദ്ദേഹം സ്വയം മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കാതെ മാറി നിൽക്കേണ്ടതായിരുന്നു ഔചിത്യം. അപ്പോൾ ഞാൻ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ അത് പ്രകാരം ഈ KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും അവർ യോഗ്യത തന്നെയാണ്. എന്നാൽ അവരുടെ അവസരങ്ങൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അവരുടെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ മാറി നിൽക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. എങ്കിൽ ഈ ഒരു മത്സരം ഒഴിവാക്കാമായിരുന്നു. മൂന്നാമനായ VD സതീശൻ യാതൊരു എതിർപ്പുകളും ഇല്ലാതെ VD സതീശന്റെ പേര് ഉയർന്നു വരികയും VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു മത്സരവുമില്ല. അത് ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസ് പാർട്ടി കാണിക്കുന്ന ഒരു മാതൃകയായിരുന്നു, അല്ലെങ്കിൽ ഒരു തിരുത്തലായിരുന്നു. അങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചിരുന്നെങ്കിൽ വളരെ മികച്ച ഒരു പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകുമായിരുന്നു. പക്ഷെ ഈ ഒരു വടംവലി വളരെ മോശമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും VD സതീശനാണ്. VD സതീശനാണ്
ഇവിടുത്തെ ഹീറോ വി ഡി സതീശനാണ് ഈ തിരഞ്ഞെടുപ്പ് നയിച്ചത്. അതുപോലെ തന്നെ എല്ലാ പഴികളും തെറികളും കേട്ടതും വി ഡി സതീശനാണ്. യു ഡി എഫിന് മികച്ച ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് സ്വന്തം രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് പോലും നോക്കാതെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതാണ് വി ഡി സതീശനാണ്. ഒരു വർഗീയ ശക്തികളുടെയും വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് വിളിച്ചു പറയാൻ ആർജവം കാണിച്ചത് വി ഡി സതീശനാണ്. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നപ്പോൾ സതീശനെ ആക്രമിച്ചത് രണ്ട് പ്രമുഖ സമുദായ നേതാക്കളാണ്, സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും വളങ്ങിട്ടാക്രമിച്ചു. രണ്ട് പ്രമുഖ നേതാക്കളാണ് സമുദായത്തിൻ്റെ. അപ്പോൾ ഇതൊക്കെ കണ്ട് കൈകെട്ടി നിന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് മാറി നിന്ന് കണ്ടവർ ഇപ്പോൾ വന്ന ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹവുമായി വരുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? എല്ലാം സഹിച്ചത് സതീശനാണ്. ഈ തിരഞ്ഞെടുപ്പ് നയിച്ചത് സതീശനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വിജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതിൻ്റെ ക്രെഡിറ്റ് സതീശന് തന്നെയാണ്. അപ്പോൾ തോറ്റിരുന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഒരു മികച്ച വിജയത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ വ്യക്തിയാണ് സതീശൻ. അപ്പോൾ സതീശൻ തന്നെയാണ് ഹീറോ. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുവാൻ ഏറ്റവും യോഗ്യനായി ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രിയാകാൻ സതീശനല്ലാതെ മറ്റാര് എന്ന് ചോദിക്കേണ്ടി വരും. കാരണം പൂർണ്ണ ക്രെഡിറ്റ് സതീശന് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയായാലും രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയ 5 ഗ്യാരണ്ടി, അതിൻ്റെ കാര്യം നിങ്ങൾ ഈ വടംവലിയുടെ ഇടയിൽ മറന്നു പോകരുത്. ജനങ്ങൾ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾ, അവർക്ക് ബസ്സിൽ സൗജന്യ യാത്ര, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് സ്ത്രീജനങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി രാവിലെ തന്നെ വന്ന് വോട്ടിട്ടവരാണ്. ഏറെ നേരം ക്യൂ നിന്ന് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്നവരാണ്. അതുപോലെ തന്നെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അതും പാലിക്കപ്പെടേണ്ടതാണ്. ഈ വാഗ്ദാനങ്ങളായി ചുരുങ്ങാതെ, അല്ലെങ്കിൽ നമ്മളെ പ്രളയകാലത്തെ KPCCയുടെ 1000 വീടുകൾ അല്ലെങ്കിൽ വയനാട്ടിലെ 300 വീടുകൾ പോലെ ആയിപ്പോകരുത് എന്നുള്ള അപേക്ഷ കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും വി ഡി സതീശൻ തന്നെയാണ് ഇപ്പോഴത്തെ നിലയിൽ ഏറ്റവും യോഗ്യനായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനായിട്ടുള്ള ആൾ വി ഡി സതീശൻ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മറ്റൊരു അവലോകനവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.